ലക്കി ഭാസ്കറിന് ശേഷം ദുൽഖർ വീണ്ടും പഴയ കാലഘട്ടത്തിൻ്റെ നായകനായി വന്ന കഴിഞ്ഞയാഴ്ച എത്തിയ കാന്ത കണ്ടു. 2.25 മണിക്കൂർ ദൈർഘ്യം വരുന്ന സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പഴയ കഥയാണ് ഇവിടെ. രണ്ട് വ്യക്തികൾ തമ്മിൽ വരുന്ന ഈഗോ ക്ലാഷ് തന്നെയാണ് മെയിൻ തീം എന്ന് തന്നെ പറയാം. TK മഹാദേവൻ എന്ന സൂപ്പർ താര പദവിയിൽ നിൽക്കുന്ന ആക്ടറിന് തൻ്റെ ഗോഡ്ഫാദർ ആയ ഒരു സംവിധായകനുമായി ഉണ്ടാകുന്ന വൈരാഗ്യവും പിന്നീട് അവർ ഇരുവരും ചേർന്നുണ്ടാക്കുന്ന കാന്ത എന്ന സിനിമയുടെ ഷൂട്ടിങ്ങും അതിനിടെ വിവാഹിതനായ മഹാദേവന് ഉണ്ടാകുന്ന പ്രണയവും മറ്റു വൈകാരിക മുഹൂർത്തങ്ങളും ഒക്കെയാണ് പടത്തിൽ വന്നിരിക്കുന്നത്. രണ്ടാം പകുതിയോടെ തികച്ചും ഒരു ഇമോഷണൽ ഇൻവെസ്റ്റിഗേഷൻ മൂഡിലാണ് പടം പോയിക്കൊണ്ടിരിക്കുന്നത്. ദുൽഖറും സമുദ്രക്കനിയും റാണയും ഗായത്രി ശങ്കറും ഒക്കെ പടത്തിൽ ഗംഭീരമായി തന്നെ പെർഫോം ചെയ്തു. പലയിടങ്ങളിലും സിനിമയ്ക്ക് ലാഗ് ഫീൽ ചെയ്തുവെങ്കിലും പടത്തിനെ ബൂസ്റ്റ് ചെയ്യുന്ന ചില രംഗങ്ങൾ ആകർഷണീയമായിരുന്നു. കാന്ത എന്ന ചിത്രത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് ചിത്രം റിലീസാകുന്നതോടെയാണ് ഇവിടെ പടം ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്. മൊത്തത്തിൽ പടം നീട്ടി വലിച്ചു കൊണ്ടുപോകാതെ ഡ്യൂറേഷൻ കുറച്ചിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ രസമായനെ എന്ന് തോന്നി. മൊത്തത്തിൽ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടേഴ്സ് കുറഞ്ഞ കണ്ടിരിക്കാൻ പറ്റിയ ശരാശരി രേഖയിൽ നിൽക്കുന്ന പടമാണ് കാന്ത. ഇതിൽ സമുദ്രക്കനി പറയുന്ന ഒരു ഡയലോഗ് ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നു: കട്ട് സ്വന്നതിനപ്പുറം നടിക്കാതെ.